ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കുമ്പളത്തുള്ള ഒരു പുട്ടുകടയിലേക്കാണ്. കുമ്പളം പുട്ടുകട, ഷിബുച്ചേട്ടൻ്റെ പുട്ടുകട. എല്ലാവർക്കും കൊച്ചിക്കാർക്കുള്ള എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയായിരിക്കും. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് പോയി നോക്കാം. നല്ല കിടിലം ബീഫും പുട്ടും അവിടെ കിട്ടും. പോയി നോക്കാം. നമ്മളിപ്പോൾ കുമ്പളം ടോൾ പ്ലാസയിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് കുറേ ടോൾ പ്ലാസയാണ് കാണാൻ. ഇവിടുന്ന് ഒരു ജസ്റ്റ് ഒരു കുറച്ചും കൂടി പോകുമ്പോൾ റൈറ്റിലോട്ട് ഫസ്റ്റ് ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുക്കണം. അതാണ് റൂട്ട്. വൈറ്റില ഭാഗത്ത് നിന്ന് തന്നെ ഒരു ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു കുറച്ചും കൂടി പോകുമ്പോൾ ഫസ്റ്റ് ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുക്കണം. അപ്പോൾ അരൂര് ഭാഗത്തുനിന്ന് ആലപ്പുഴ ഭാഗത്തുനിന്ന് വരുന്നവർ ലെഫ്റ്റ്, അരൂര് പാലം കഴിഞ്ഞിട്ട് ലെഫ്റ്റിലോട്ട് പോകണം. ലെഫ്റ്റിലോട്ട് പോയി ഒരു 2 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ പുട്ടുകട. അപ്പോൾ എന്തായാലും പോയി നോക്കാം. നമ്മളിപ്പോൾ ഹൈവേന്ന് ഉൾവഴിയിലോട്ട് കയറിയിട്ടുണ്ട്. ഇത് കുമ്പളം ഫെറിയിലോട്ട് പോണ റൂട്ടാണ്. അപ്പോൾ ആ റൂട്ടിൽ ഹൈവേന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ സ്ഥലം. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്, ഷിബുച്ചേട്ടൻ്റെ പുട്ടുകട. അപ്പോൾ നമുക്ക് എന്തായാലും പുട്ടുകടയിലോട്ട് നടക്കാം. ഇതാണ് നമ്മുടെ ഷിബുച്ചേട്ടൻ പുട്ടുകട മലയാളി. തൊഴിലാളി മലയാളി അല്ല. അപ്പൊ ഓക്കെ, എന്തൊക്കെയാണ് മറ്റേ പുട്ടും കപ്പയും വേറെ സ്പെഷ്യലൊക്കെ എന്തൊക്കെയുണ്ട്? ബീഫ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, മട്ടൺ ഉണ്ട്, ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, പുട്ടും ഇത് മാത്രമല്ല, എല്ലാം ഉണ്ട്. ചെമ്മീൻ എല്ലാ ഐറ്റം ഉണ്ട്. ഇവിടെ സമയം എത്രയാണ്? 8 മണിയാണെങ്കിൽ 3 മണി വരെ. രാത്രി 8 തൊട്ട് വെളുപ്പിന് 3 മണി വരെ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ ശരി, എന്തായാലും ഭക്ഷണം കഴിച്ച് നല്ല അടിപൊളി കിടിലം ഫുഡായിരുന്നു. നിങ്ങൾ എല്ലാരും വരിക, ട്രൈ ചെയ്തത്. അപ്പോ നമ്മുടെ പുറകിൽ നല്ലൊരു കിടിലം വ്യൂ ഉണ്ട്. അവിടെ വന്നിരുന്ന് ഇങ്ങനെ ചക്ക ഞാൻ ഇങ്ങനെ കുടിക്കാൻ സൂപ്പറാണ്, അടിപൊളി. എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. ഡിക്സൺ, ഫെബിൻ, അനു, ഫെബിന്റെ കസിനാണ് ഈ പേര് പറഞ്ഞത്, ജിത്തു. ഞങ്ങളെല്ലാം കൂടി ഇവിടെ ഇരുന്ന് കട്ടാണ് കുടിച്ചോണ്ടിരിക്കേ. ഇവിടെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പൊ എനിക്ക് പുറകിൽ കാണാം കാറായിട്ട് വന്നിരിക്കണം. അപ്പൊ അതുപോലെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം ചെറിയൊരു റോഡാണ്. അപ്പൊ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കാറ് അവിടെ ഇട്ടിട്ട് വരാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പാർക്കിങ് ഈ ഭാഗത്ത് കുറച്ച് പ്രശ്നമാണ്. ബൈക്കാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, രാത്രിയാണ്. നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. കായലാണ്, നല്ലൊരു ഒരു ആംബിയൻസ് ആണ് ഇവിടെ. കൊള്ളാം എന്തായാലും.
അപ്പോൾ നമ്മുടെ ഇവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞിട്ട് പുട്ടും ബീഫും 85, ചിക്കനും പുട്ടും 95, മട്ടൻ കറിയും പുട്ടും 140 രൂപ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് റേറ്റൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പോയി ചെറിയൊരു റോഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാറ് കൊണ്ട് അകത്തേക്ക് വന്നാൽ നിങ്ങൾ റിവേഴ്സ് അടിച്ച് കൊണ്ടുവരും. അപ്പോൾ ഒരുപാട് തിരക്ക് വരുന്ന സമയത്ത് അത് പ്രശ്നമാകും. അപ്പോൾ അത് എല്ലാം ശ്രദ്ധിക്കുക. ബൈക്കാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങോട്ട് കൊണ്ടുപോകാമെന്നാണ്. നിങ്ങൾക്ക് വരുമ്പോൾ റൂട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി. ഒരു കപ്പേല ഇപ്പോൾ പുറകിൽ കാണുന്ന ഒരു കപ്പേലയുണ്ട്. അപ്പോൾ അതൊരു നോക്കിയാൽ മതി. പിന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വരാനായിട്ട് എളുപ്പമാണ്. ബോർഡ് നോക്കി വന്നാൽ മതി. എന്നാലും ബീഫും പുട്ടൊക്കെ കഴിച്ചു പുട്ടുകടയിൽ നിന്ന് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് പോകുമ്പോൾ പോട്ട് കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെയും കൂടി എന്തായാലും വരാം.